ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 പരിസ്ഥിതി ദിന ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഓൾറെഡി നമ്മൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് 10ലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി നിങ്ങൾ നിർബന്ധമായും കാണുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു മാർക്കും കൂടി എക്സാമിന് അഥവാ ക്വിസിന് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളെല്ലാം ഇന്ന് തന്നെ പഠിക്കുക. കൂടാതെ ഓരോ ചോദ്യം വായിച്ച ശേഷവും തന്നിരിക്കുന്ന ഒരു ടൈമർ ഉണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ്. കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്താണ് അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കാം. ഈ വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2025 ഭൗമദിന പ്രമേയം എന്താണ്? ഭൗമദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എർത്ത് ഡേ ആണ്. 2025 വേൾഡ് എർത്ത് ഡേയുടെ തീം എന്താണ്? അവർ പവർ അവർ പ്ലാനറ്റ്. ഇതാണ് 2025 ലോക ഭൗമദിനത്തിൻ്റെ സന്ദേശം അഥവാ തീം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഓർത്തു വയ്ക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അവർ പവർ അവർ പ്ലാനറ്റ്. രണ്ടാമത്തെ ചോദ്യം, ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് പുറത്തിറക്കിയ രാജ്യമാണ് ഫിൻലാൻഡ്. ആദ്യമായി പുറത്തിറക്കിയ രാജ്യമാണ് ഫിൻലാൻഡ്. ഇതേ ചോദ്യത്തിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന പദാർത്ഥം ഏതാണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഉത്തരം ഈ ചോദ്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചോദ്യത്തിൽ തന്നെ മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ഉണ്ടാവുന്നതാണ്. അടുത്ത ചോദ്യം, 2015 സെപ്റ്റംബർ 27 തൻ്റെ 78ാമത്തെ വയസ്സിൽ അന്തരിച്ച ഇദ്ദേഹം കേരളത്തിലെ കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. ആരാണ് ഇദ്ദേഹം? ഉത്തരം കല്ലേൻ പൊക്കൂടൻ. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കണ്ടൽ കാടുകളെപ്പറ്റി എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഉറപ്പായും കല്ലേൻ പൊക്കൂടൻ തന്നെയായിരിക്കും. ഇദ്ദേഹം പ്രശസ്തനായത് തന്നെ കണ്ടൽ കാടുകളെ സംരക്ഷിച്ചതുകൊണ്ടാണ്. നാലാമത്തെ ചോദ്യം, സിംഹങ്ങളെ കാണുന്ന സ്വാഭാവിക വനപ്രദേശമായ ഈ ദേശീയ ഉദ്യാനം ഗുജറാത്തിലെ ജൂനഗഡ് ജില്ലയിലാണ്. 1975 ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദേശീയ ഉദ്യാനം രൂപീകൃതമായത്. ഏതാണ് ഈ ദേശീയ ഉദ്യാനം? ഗിർ വനമാണ് ഈ ഒരു നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ചോദ്യത്തിൽ തന്നെ കുറേ ചോദ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഗിർ വനം രൂപീകൃതമായത് എപ്പോൾ? അതിൻ്റെ ഉത്തരം 1975 ഓരോ ചോദ്യത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുകൂടി പഠിക്കുക. എന്നാൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ലഭിക്കുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡോഡോ പക്ഷിയുടെ വംശനാശം മൂലം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ സസ്യം ഏതാണ്? കാൽവേരിയോ മേജർ എന്ന് പറയുന്ന സസ്യമാണ് ഡോഡോ എന്ന പക്ഷിയുടെ വംശനാശം മൂലം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ സസ്യം. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കാൽവേരിയോ മേജർ. ആറാമത്തെ ചോദ്യം, ജപ്പാൻ സ്വദേശിയായ ഇദ്ദേഹം ജൈവ കൃഷി രീതിയുടെ ആധുനിക കാലത്തെ പ്രധാന പ്രയോക്തികളിൽ ഒരാളാണ്. തൻ്റെ നിരീക്ഷണങ്ങളെപ്പറ്റി അദ്ദേഹം എഴുതിയ ദ വൺ സ്ട്രോ റെവല്യൂഷൻ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആരാണ് ഇദ്ദേഹം?
ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ മസനോബു ഫുക്കുവോക്കയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ചോദ്യത്തിൽ തന്നെ ഇദ്ദേഹത്തെപ്പറ്റി 2-3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ വീഡിയോയുടെ ഡ്യൂറേഷൻ വളരെയധികം കൂടുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ഈ ചോദ്യത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിർബന്ധമായും പഠിക്കുക. 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തെ നിശബ്ദ താഴ്വാരം അഥവാ സൈലന്റ് വാലി എന്ന് വിളിക്കുന്നത്? ഈ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൽ നമുക്ക് ചീവീടുകളെ കാണാൻ സാധിക്കില്ല. സാധാരണ ചീവീടുകളാണ് കാടിന് രാത്രി ശബ്ദം നൽകുന്നത്. അഥവാ കാട്ടിലുണ്ടാകുന്ന ശബ്ദമെന്ന് പറയുന്നത് തന്നെ ചീവീടുകളുടെ ശബ്ദമാണ്. എന്നാൽ ഈ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നമുക്ക് ചീവീടുകളെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വാരം എന്ന് വിളിക്കുന്നത്. 8ാമത്തെ ചോദ്യം. ഇടുക്കി ജില്ലയിലുള്ള ഈ ദേശീയ ഉദ്യാനം വരയാടുകളുടെ സാന്നിധ്യം കൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാണ്. ഏതാണ് ഈ ദേശീയ ഉദ്യാനം? ഇരവിക്കുളം ദേശീയ ഉദ്യാനമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. നമ്മളിപ്പോൾ തന്നെ 2 ദേശീയ ഉദ്യാനത്തെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് സൈലന്റ് വാലി, അത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇപ്പോൾ പറഞ്ഞത് ഇരവിക്കുളം ദേശീയ ഉദ്യാനം, ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇതെല്ലാം ഓർത്തു വയ്ക്കുക. 8ാമത്തെ ചോദ്യം. റെഡ് ഡാറ്റ ലിസ്റ്റിൽ വംശനാശം നേരിടുന്നത് മൂലം സ്ഥാനം പിടിച്ച ഒരു അപൂർവ ഇനം കുരങ്ങ് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നു. ഏതാണ് ഈ അപൂർവ ഇനം കുരങ്ങ് വർഗം? സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണാൻ സാധിക്കുന്ന റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച സിംഹവാലൻ കുരങ്ങാണ് ആ ഒരു കുരങ്ങ് വർഗം. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഓർത്തു വയ്ക്കുക. വീഡിയോയിലെ 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ ഭൗമദിനം ഏപ്രിൽ 22-ാം തീയതിയാണെന്ന് പറഞ്ഞു. അതിനുശേഷം 2025-ലെ ഭൗമദിനത്തിൻ്റെ പ്രമേയത്തെപ്പറ്റി പറയുകയുണ്ടായി. ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്. 2024-ലെ ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? 2024-ലെ ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹിമാചൽ പ്രദേശ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറവ് ഫോറസ്റ്റ് ഏരിയ ഉള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഫോറസ്റ്റ് ഏരിയ അഥവാ വനഭൂമിയുള്ള സംസ്ഥാനമാണ് ഹരിയാന. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഹരിയാന. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയാനുണ്ട്. ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെയും PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം PDF രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹരിതഗൃഹവാതകങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതൊക്കെയാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസിനെ പറ്റി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത്. ഗ്രീൻ ഹൗസ് വാതകങ്ങൾ എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, വാട്ടർ വേപ്പർ ആൻഡ് ഓസോൺ. ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് വാതകങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, അറിഞ്ഞിരിക്കുക. 13ാമത്തെ ചോദ്യം. പുകയും മൂടൽമഞ്ഞും ചേർന്നുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പേരെന്താണ്? പുകയും മൂടൽമഞ്ഞും ചേർന്നുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പേരെന്ത്?
സ്മോഗ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അതായത് പുകയും മൂടൽമഞ്ഞും ചേർന്നുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പേരാണ് സ്മോഗ് എന്ന് പറയുന്നത്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, കാഡ്മിയം മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കാഡ്മിയം മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗത്തിൻ്റെ പേര്. ഇത്തായി എന്നാണ് കാഡ്മിയം മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗത്തിനെ വിളിക്കുന്ന പേര്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, മെർക്കുറി മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? മിനമാത എന്നാണ് മെർക്കുറി മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗത്തിനെ വിളിക്കുന്ന പേര്. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മിനമാത. വീഡിയോയിലെ 15ാമത്തേതും അവസാനത്തേതുമായ ചോദ്യത്തിലേക്ക് കടക്കാം. സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്ന വർഷം ഏതാണ്? സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്ന വർഷം ഏത്? 1972 സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്നത്. സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്ന വർഷം 1972. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കോൺഫറൻസ് ആണ്. അതിനെപ്പറ്റി നമ്മുടെ മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾ പഠിക്കുക. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ പോയി ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ്. നമ്മുടെ മുമ്പുള്ള ഒരു വീഡിയോയിൽ നിന്നുള്ള ചോദ്യമാണ് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റ് വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും എൻവിറോൺമെൻറ്റ് ഡേ ക്വിസിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.